സംസ്ഥാനത്തെ സഹകരണ മേഖല കാലത്തിന്റെ മാറ്റത്തിനൊത്ത് പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി വളരുകയാണെന്ന് സഹകരണം തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ സഹകരണ മേഖലയിലെ ആകെ നിക്ഷേപത്തിന്റെ 71% കേരളത്തിലെ സംഘങ്ങളുടേതാണ്. സഹകരണ മേഖലയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന നീക്കങ്ങളെ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മെമ്പർ റിലീഫ് ഫണ്ട് ഇപ്പോൾ അത് സാധാരണ സംഘത്തിൽ അപേക്ഷ കൊടുത്ത് AR മുഖാന്തരം JR മുഖാന്തരം RCSന്റെ മുമ്പിൽ വന്ന് RCSന്റെ അവിടുന്ന് റിസർവ് ഫണ്ട് ബോർഡിലേക്ക് പോയി അവർ സ്ക്രൂട്ടിനി ചെയ്ത് കൊടുക്കേണ്ടത് കൊടുക്കുകയും ഹൈ ലെവൽ കമ്മിറ്റി തീരുമാനം എടുക്കേണ്ട ഞങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണ് നിൽക്കുന്നത്. അതിലൊരു ഭേദഗതി വരുത്തിയിരിക്കുന്നു. ആ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനിമേലിൽ MRFും അതുപോലെ റിസ്ക് ഫണ്ട് നിങ്ങൾക്കറിയാം, ഒരാൾ വായ്പ എടുത്താൽ വായ്പ എടുക്കുന്നയാളിന് ഗുരുതരമായ രോഗം ബാധിച്ചാൽ 1.25 ലക്ഷം രൂപ ചികിത്സാ സഹായം. മറ്റൊന്ന്, ഒരു വായ്പ എടുക്കുന്ന ഒരാൾ വായ്പ എടുത്തു കഴിഞ്ഞ് മരണമടഞ്ഞാൽ 3 ലക്ഷം രൂപ 70 വയസ്സിൽ താഴെയുള്ളവർക്ക് കൊടുക്കുന്ന റിസ്ക് ഫണ്ട് സ്കീം. വാരാഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ പ്രസംഗ പ്രബന്ധ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും മന്ത്രി വിതരണം ചെയ്തു. കോട്ടയം SPS ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം KM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ നായർ, നഗരസഭാ കൗൺസിലർ CN സത്യനേശൻ, സഹകരണ സംഘം ഡെപ്യൂട്ടി രജിസ്ട്രാർ KP ഉണ്ണികൃഷ്ണൻ നായർ, സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ, ഡെപ്യൂട്ടി രജിസ്ട്രാർ KC വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ ഫാക്കൽറ്റി അംഗം സുധീഷ് ബാബു സെമിനാർ നയിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.